ഇപ്പോൾ ഈ പരാതിക്കാരിയായ ഉഷ കൂടെ നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ഉഷ, ഈ എപ്പോഴാണ് ഇത്തരത്തിൽ മന്ത്രിയുടെ ഓഫീസിൽ വെച്ച് ഇങ്ങനെ ഒരു പണം നിങ്ങൾ നൽകിയത്? അത് പിന്നാലെ ഈ പാതിവില തട്ടിപ്പ് പുറത്ത് അറിഞ്ഞതിന് ശേഷമാണോ ഇങ്ങനെ പറ്റിക്കപ്പെട്ടു എന്നുള്ള വിവരം അറിയുന്നതും? ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണ്? എന്തെങ്കിലും മറുപടി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, കിട്ടുന്ന പറഞ്ഞത്. പൈസ ഞങ്ങൾ വിളിച്ച് അതിനെ ചോദിച്ചപ്പോ, പ്രീതിന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞങ്ങൾക്ക് പൈസ തരും, ഇല്ലെങ്കിൽ വണ്ടി തരും, ഇല്ലെങ്കിൽ വണ്ടിനുള്ളത് നിങ്ങൾ എത്ര കെട്ടിയിട്ടുണ്ടോ ഈ പൈസ തരുന്നാ പറഞ്ഞത്. പിന്നെ നോക്കുമ്പോ ടിവിയിലും പിന്നെ ആൾക്കാരുടെ കംപ്ലൈന്റ് കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ മിഞ്ഞാന്ന് കൊണ്ട് പരാതിയും കൊടുത്തിട്ടുണ്ട്. പരാതി വന്നിട്ട് ഞങ്ങൾ കൊടുത്തത് ആനന്ദകൃഷ്ണനാണ്. ഞങ്ങൾ ഇനി കൊടുക്കാൻ പോണത് പ്രീതിന്റെ മേലെയാണ്. പ്രീതിയാണ് പൈസ വാങ്ങിച്ചത്. പണം ആരാണ് വാങ്ങിച്ചത്? പ്രീതി. ഓക്കെ, അപ്പൊ ഈ ഓഫീസിൽ വെച്ചിട്ടാണ് പണം നൽകിയതെന്ന് പറയുമ്പോൾ അവർ ആദ്യം എന്താണ് പറഞ്ഞത്? അവര് പൈസ അടച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് രണ്ടാം പ്രാവശ്യം ഞങ്ങൾ വിളിക്കും. ഇന്ന സമയത്ത് 100 ദിവസത്തിൻ്റെ ഉള്ളിൽ, അല്ലെ 90, 3 മാസത്തെ അവധി പറഞ്ഞു. ഞങ്ങൾക്ക് 100 ദിവസം പോലും പറഞ്ഞിട്ടില്ല, 3 മാസം അവധിയാ പറഞ്ഞത്. അപ്പോഴേക്ക് നിങ്ങൾക്ക് വണ്ടി തരുന്നാ പറഞ്ഞത് ഞങ്ങളെ കൊണ്ട്. ഞങ്ങൾ അത് വിശ്വസിച്ച് കൊടുത്ത ദിവസം മുതലേ ഞങ്ങൾ മിണ്ടാണ്ടിരുന്നു. പിന്നെ അവര് എഗ്രിമെന്റ് വെക്കണം പറഞ്ഞു. അപ്പൊ എന്തിൻ്റെയാ കേട്ടപ്പോ ഇന്ന പോലെയാണ് പറഞ്ഞു. അപ്പൊ പിന്നെ പോയി ചിറ്റൂർ പോയി 200 രൂപ സ്റ്റാമ്പ് പേപ്പറിന് 500 രൂപയും വാങ്ങിയിട്ടുണ്ട്. 1000-ൻ്റെയും ജനങ്ങൾ വാങ്ങിയിട്ട് അന്ന് ഒരുപാട് ബുദ്ധിമുട്ടിച്ചു ഞങ്ങളെ. അവിടെ ചിറ്റൂർ വെച്ചിട്ട് സ്റ്റാമ്പ് പേപ്പറിലൊക്കെ ഒപ്പ് വാങ്ങിച്ചു എഗ്രിമെന്റ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അന്ന് ഈ പ്രീതി മാഡം എല്ലാ അംഗങ്ങളും ഉണ്ടായിരുന്നു. ഈ പ്രീതി മാഡത്തെ പിടിച്ചാൽ എല്ലാവരിനെയും പിടിക്കാം. പ്രീതിയാണ് മെയിൻ. ഉഷയ്ക്ക് മാത്രം എത്ര രൂപയാണ് നഷ്ടമായിട്ടുള്ളത്? എന്റെ 5,900 പിന്നെ 60,000 രണ്ടും. ഇതിൽ ഒരു സാധനങ്ങളും കിട്ടിയിട്ടുമില്ല? ഒന്നുമില്ല. ഒരു സ്ലിപ്പ് മാത്രം തന്നിട്ടുണ്ട്. ഞങ്ങൾ 5,900 അടച്ചതിന്റെയും മെമ്പർഷിപ്പ് 320 ചേർന്നതിന്റെയും പിന്നെ ഈ 60,000 അടച്ചതിന്റെ ഒരു സ്ലിപ്പും പിന്നെ ഒരു സ്റ്റാമ്പ് ഒട്ടിച്ച ഒരു പേപ്പറും, അത് മാത്രമേ തന്നിട്ടുള്ളൂ ഞങ്ങളുടെ കയ്യിൽ. ഇത് ഈ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പണം വാങ്ങിയിട്ട് അങ്ങനെ പരാതിയുമായിട്ട് പോകാത്തതാണോ, അതോ അത് പേടിച്ചിട്ടാണോ പരാതി കൊടുക്കാത്തത്? അതായത് ഞങ്ങൾക്ക് ഇതിൽ ഞങ്ങൾ ഇവിടെ ഞാൻ പറയുന്നത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ ഇവിടെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോഴാണ് അറിയണത് നല്ല പിള്ളി ചിറ്റൂരില് പിന്നെ വാളറയിലെ പിള്ളേർ. പിന്നെയാണ് പറയണത് എരിച്ചാമ്പതി ഇവിടുത്തെ വടകരപ്പതി പഞ്ചായത്തിൽ ഇന്നലെ മിഞ്ഞാൻ നമ്മൾ കംപ്ലൈന്റ് എഴുതുമ്പോൾ 36 ആളുണ്ട് വടകരപ്പതി പഞ്ചായത്തിൽ മാത്രം. വടകരപ്പതി പഞ്ചായത്തിൽ അവരുടെ നമ്പറോ ആളിനെയോ എനിക്ക് അറിഞ്ഞില്ല. അവർ കംപ്ലൈന്റ് എഴുതുമ്പോൾ ഞാൻ നമ്പർ വാങ്ങിക്കാതെ വന്നതാണെങ്കിൽ അവരിനെയും കൂടി ഒന്ന് ഞങ്ങൾ ക്ഷണിക്കായിരുന്നു. അതിന് അവിടെ ആരെങ്കിലും കണ്ടിട്ട് വേണം, ഞങ്ങൾ ഈ വടകരപ്പതി പഞ്ചായത്തിലെ ആരെങ്കിലും അന്വേഷിച്ചിട്ട് വേണം ഞാനിത് ഒന്ന് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉഷ ഒരു കാര്യം കൂടെ, ഈ പ്രീതി എന്ന് പറഞ്ഞ ആളിനെ പിന്നെ കണ്ടിട്ടില്ല? തന്നെ പിന്നെ കണ്ടതേ ഇല്ല. അപ്പോൾ ഈ മന്ത്രിയുടെ പി എക്കും ഇതിൽ പങ്കുണ്ടതായിട്ട് പറയുന്നു. നിങ്ങൾ ആളിനെ കണ്ടിട്ടുണ്ടോ? അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അവര് നമുക്ക് ബന്ധമില്ല. നമ്മള് ഒരു അൻഷ പറയുന്ന മാഡം